നവാഗതനായിട്ടുള്ള വിനേഷ് വിശ്വനാഥ് ഡയറക്ട് ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഈ ഒരു സിനിമയെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോണത്. ആക്ച്വലി സിനിമ തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ മാസങ്ങളായെന്നാണ് എൻ്റെ ഓർമ്മ. ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഞാൻ നമ്മുടെ നാട്ടിലെ തിയേറ്ററിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഷോ ക്യാൻസൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് കാണാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തു. ഇപ്പൊ OTT മൂവി വന്നപ്പോഴാണ് കാണുന്നത്. അപ്പം ഈ ഒരു സിനിമ റിലീസ് ചെയ്ത് ഇത്രയും മാസങ്ങൾക്കിടയിൽ OTT വരുന്നവരേക്കുള്ള ടൈമിനിടയിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ പേര് പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറിയ പങ്ക് ആൾക്കാരും സിനിമയെ കുറിച്ച് ഗംഭീരം, അടിപൊളി, ഭയങ്കര എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് ഇതിനകത്തുണ്ടല്ലോ ഭയങ്കര മടുപ്പാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് അഭിനയിച്ച കുട്ടികൾ ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. അജു വർഗീസിന്റെ ക്യാരക്ടർ അടിപൊളിയാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം സംബന്ധിച്ചു അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ മൊത്തം സിനിമ നോക്കുമ്പോൾ 2 മണിക്കൂറിൽ കൂടുതലായിട്ട് സമയമെടുത്താണ് കഥ പറഞ്ഞിട്ടുള്ളത്. ആ 2 മണിക്കൂറിന് മാത്രം ഇതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിമിനുള്ള സാധനം ഇതിനകത്തുള്ളൂ. ഏറി വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ, അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധനമൊന്നും ഇതിനകത്തില്ല. ഒരു വിഷയം പറയുന്നുണ്ട്, അത് ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ പറ്റുന്ന വിഷയമായിരുന്നു. അതിനെ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടി 2 മണിക്കൂറിൽ കൂടുതൽ സമയം കൊണ്ടുപോകുമ്പോഴേക്കും കുറെ ഉപകഥകൾ വരുന്നുണ്ട്, ഒരുപാട് ലെയേഴ്സ് വരുന്നുണ്ട്. ഇതെല്ലാം വന്നിട്ട് അവസാനം എന്തിനാണ് ഈ സാധനം പറഞ്ഞത്, ഇത്രയും കഥകൾ പറഞ്ഞെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇല്ല. ഒരു രീതിക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ ഒരുപാട് സമയമെടുത്ത് പറഞ്ഞു പോയ പോലെയാണ് മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അത്രയും ഉപകഥകൾ വരുമ്പം ഈ സിനിമയുടെ ലെങ്ത് ഒരു വലിയ പ്രശ്നമാണ്. അത്രയും നേരം പ്രേക്ഷകരെ മടുപ്പിക്കാണ്ടിരിക്കണ്ടേ? ആ ഒരു ദൗത്യം ഇവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്രയും മടുപ്പിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സിനിമയുടെ റൈറ്റേഴ്സ് ആയിട്ട് 3 പേരാ വന്നിട്ടുള്ളത്. നമ്മുടെ പൊന്മാൻ സിനിമയിലെ ആനന്ദ് മന്മഥൻ, പുള്ളിക്കാരനൊക്കെ ഇതിൽ ഒരു എഴുത്തിൽ പങ്കാളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ 3 റൈറ്റേഴ്സും ചേർന്നിട്ട് അവരുടെ എല്ലാ സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങളും കൊടുത്തു വന്നപ്പോഴേക്കും കുളിപ്പിച്ച് കുട്ടി ഇല്ലാണ്ടായി എന്ന് പറഞ്ഞ അവസ്ഥയായിട്ടുണ്ട്. ആ ഒരു മൊത്തം കഥയുടെ ആ ഒരു ഭംഗി മൊത്തം ഇല്ലാണ്ടാക്കിയ ഫീൽ ആയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ സിനിമയുടെ കഥാകാര്യങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സിനിമയില് ശ്രീകുട്ടൻ എന്ന് പറയുന്ന കുട്ടിയാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. ഒരു ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലാണ് കഥ നടക്കുന്നത്. അവിടുത്തെ കുട്ടികളുടെ കുറുമ്പ്, നിഷ്കളങ്കമായിട്ടുള്ള കുറെ ഭാവങ്ങൾ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. രസകരമായ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. നല്ല രസകരമായിട്ട് പല സംഭവങ്ങളും പറയുമ്പോഴും ചില ഭാഗത്ത് ഭയങ്കര അതിഭാവുകത്വം എന്ന് പറയുന്ന സംഭവം നടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിക്കുള്ള കുറെ നർമ്മങ്ങളൊക്കെ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ച് കുറച്ചും ഓവർ അല്ലേ എന്നുള്ള ഫീലൊക്കെയാണ് ആ സമയത്തൊക്കെ എനിക്ക് വന്നിട്ടുള്ളത്. കുട്ടികൾക്കിടയിൽ ഫൈറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ശ്രീകുട്ടനെ ക്ലാസ്സിൽ ലീഡറായിട്ട് ഇലക്ഷന് മത്സരിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് കുറേ അധികം പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യം, വർഗം, സ്വത്വം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്, അല്ലാന്ന് പറയുന്നില്ല. ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ അതൊക്കെ പക്കാണ്. പക്ഷെ ഇത് പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ ആനന്ദ് മന്മഥന്റെ പെട്ടിക്കടയിൽ ആ ഒരു കഥാപാത്രം, അതുപോലെ തന്നെ സൈജു കുറുപ്പിന്റെ കഥാപാത്രം, അതൊക്കെ എന്തിനാണെന്ന് പോലുമുള്ള ഒരു സംശയം ഇപ്പോഴും എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഒരു മായ ടീച്ചർ ഉണ്ട്, അവരുടെ പ്രണയം, അത് അവരുടെ പുറകെ നടക്കുന്ന കുറെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഭാഗങ്ങൾ, പിന്നെ കുട്ടി മിസ്സായി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന കുറെ സംഭവങ്ങള്, ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ തന്നെ ഈ സിനിമ കുറെ പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അതേസമയം കണ്ണൻ നായർ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ട്, എടുത്തു പറയേണ്ട സംഭവമാണ്. ഈ ഒരു സിനിമയിൽ ഞാൻ ഫസ്റ്റ് തന്നെ അതിശയിച്ചു പോയൊരു സംഭവമാണ് കണ്ണൻ നായർ കാണിക്കുന്ന ആ ഒരു ഫസ്റ്റ് ഷോട്ട് ഉണ്ട്. അതിനകത്തുള്ള പുള്ളിക്കാരന്റെ എക്സ്പ്രഷൻ കണ്ട സമയത്ത് ഒരു വാവ് ഫീൽ കിട്ടിയിട്ടുള്ളത്. ഇത് ഏതാണ് ആക്ടർ എന്ന് ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് കണ്ണൻ നായരാണെന്ന് അറിയാൻ പറ്റിയത്. അപ്പൊ പുള്ളിക്കാരന്റെ ആ ഒരു അഭിനയം കണ്ട സമയത്ത് എനിക്കിത് ഭയങ്കര ഒരു കിടലിന് എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ആക്ടർ ആണ് അതെന്നുള്ള ഒരു ഫീൽ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് ഷോട്ട് വെക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അഭിനേതാക്കളുടെ കാര്യത്തിൽ ഈ ഒരു പ്രധാന കഥാപാത്രമായിട്ടുള്ള ശ്രീകുട്ടനെ പോലെ തന്നെയാണ് എനിക്ക് ഇതിനകത്ത് കണ്ണനാർ ചെയ്തിട്ടുള്ള ക്യാരക്ടറും അങ്ങനെയാണ്. എനിക്ക് പേഴ്സണലി ആ ഒരു അഭിനയം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ശ്രീകുട്ടനെ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ കണ്ണൻ നായരുടെ ആ ഒരു അഭിനയം അല്ലെങ്കിൽ കഥാപാത്രം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അജു വർഗീസിന്റെ ഭാഗം തന്നെയാണ്. ഈ സിനിമ കണ്ടിട്ട് എന്റെ കണ്ണ് നിറയുന്ന പല രംഗങ്ങളും വന്നിട്ടുള്ളത് അജു വർഗീസ് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന ആ ഭാഗം കണ്ടിട്ടാണ്. അത് എനിക്ക് കണ്ട സമയത്ത് നമ്മുടെ ചെറുപ്പകാലം ഓർമ്മ വന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്തു, ആ ഒരു പെരുമാറ്റം നമുക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. ട്രോമയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ. അത് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് കുട്ടികളെ അടിക്കുന്ന സംഭവമൊക്കെ വന്ന സമയത്ത് ലിറ്ററലി എന്റെ കണ്ണ് നിറഞ്ഞു.
എനിക്കിത് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു എമ്പതി നമുക്ക് അതിനോട് ഫീൽ ചെയ്യുമല്ലോ, ആ കഥാപാത്രങ്ങളോട്. ആ ഒരു എമ്പതി കൃത്യമായിട്ട് എനിക്ക് ആ ഒരു കഥാപാത്രങ്ങളോട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ഒരു അധ്യാപകൻ ചക്രപാണി എന്ന് പറയുന്ന അജു വർഗീസിന്റെ CP എന്ന് വിളിക്കുന്ന കഥാപാത്രം എവിടെയൊക്കെ കുട്ടികളെ വേദനിപ്പിച്ചോ, എവിടെയൊക്കെ വിഷമിപ്പിച്ചോ, അവിടെയൊക്കെ എനിക്ക് ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടിയെ, ശ്രീകുട്ടൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയെ വിളിച്ചിട്ട് ഫസ്റ്റ് ബെഞ്ചിൽ ഇരുത്തുന്നു, അവിടുന്ന് ഇൻസൾട്ട് ചെയ്ത് കുട്ടിയെ വീണ്ടും പുറകിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്തും ഇതേ വേദന വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന ഭാഗങ്ങളിലൊക്കെ എനിക്ക് ആ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഉപകഥകളായിട്ട് വന്നിട്ടുള്ള എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലാണ് ഭയങ്കര പ്രശ്നം തോന്നിയിട്ടുള്ളത്. ഇപ്പൊ സൈജു കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഈ 90s കിഡ്സ് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയ്ക്കകത്തും കുട്ടികളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികളുടെ സിനിമകളിൽ, ഈ ഒരു ബഡ്ജറ്റ് കുറഞ്ഞ സിനിമകളിലൊക്കെ സ്ഥിരം സാന്നിധ്യമായിട്ട് സൈജു കുറുപ്പിനെ കാണുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യും, ഒരു ഫ്രഷ്നെസ് അവിടെ കിട്ടാണ്ടായി പോകും. അതുപോലെ ഒരു പ്രശ്നം ഇതിനകത്തും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അജു വർഗീസും കുട്ടികളും തമ്മിലുള്ള ആ ഒരു കഥ തന്നെയാണ് ഇതിന്റെ പ്രധാനം. ബാക്കിയെല്ലാം എനിക്ക് അനാവശ്യ സാധനങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആനന്ദ് മന്മഥൻ ചെയ്തിട്ടുള്ള കഥാപാത്രം, ഇപ്പോഴും ആ കഥാപാത്രത്തിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതേപോലെ തന്നെ അധ്യാപകർക്ക് കുട്ടികളോടുള്ള ആ ഒരു സമീപനം പല അധ്യാപകരിലൂടെ നല്ല രീതിക്കും കാണിച്ചിട്ടുണ്ട്. അജു വർഗീസിനെ പോലെ ടോക്സിക് ആയിട്ടുള്ള അധ്യാപകരുള്ള അതേ സമയത്ത് തന്നെ കുട്ടികളോട് വളരെയധികം സഹാനുഭൂതിയോടുകൂടി ഇടപഴകുന്ന അധ്യാപകർ ഇവിടെ ഉണ്ടെന്നൊക്കെ പല അധ്യാപകരിലൂടെയൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ആ ഭാഗം എനിക്ക് ഈ പറയുന്ന പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടോക്സിക് ആയ ഭാഗം റിലേറ്റ് ചെയ്യാൻ പറ്റും, നല്ല വശങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം പറ്റുന്നുണ്ട്. അപ്പം സിനിമ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് 2 മണിക്കൂറിലേറെയുള്ള സമയമാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായി തോന്നിയിട്ടുള്ളത്. പിന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള പ്രധാന കഥാപാത്രമായിട്ടുള്ള ശ്രീരംഗ് ഷൈന്, ആ ഒരു കുട്ടിയാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് പേഴ്സണലി ആ കുട്ടിയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും നന്നായിട്ടുണ്ട്. അതുപോലെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ആനന്ദ് മന്മഥൻ, വിനേഷ്, കൈലാഷ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ തിരക്കഥ ഒരു വൻ പ്രശ്നമായിട്ട് ഫീൽ ചെയ്തു. കുട്ടികളുടെ പെർഫോമൻസ് കിടിലനാണ്. ആ കുട്ടികൾ എടുത്തിട്ടുള്ള എഫേർട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനെയും പൂർണ്ണമായിട്ട് നമുക്ക് എല്ലാം ഗംഭീരമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. മോശമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയണം. കുട്ടികൾ ഇത്രയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തെങ്കിൽ കൂടിയും തിരക്കഥ വളരെ മോശമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഇത് കുറെ കൂടി ചെറുതാക്കാമായിരുന്നു, ഇത്രയും വലിച്ചു നീട്ടണ്ടായിരുന്നു എന്നുള്ളൊരു ഫീലാണ് വന്നിട്ടുള്ളത്. പിന്നെ അനൂപ് വി ശൈലജയാണ് ഇതിന്റെ DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരന്റെ വർക്ക് എനിക്ക് പേഴ്സണലി കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഗ്രാമീണ പശ്ചാത്തലം, അതുപോലെ സർക്കാർ സ്കൂള്, ഇത്തരം ഒരു പശ്ചാത്തലത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരുപോലെ കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന്റെ ഒരു ഛായാഗ്രഹണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ PS ജയഹരിയാണ് ഇതിന്റെ പശ്ചാത്തല സംഗീതമൊക്കെ ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു വർക്കാട്ടോ. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഇമോഷണലി സംഭവങ്ങളൊക്കെ പലതിലും നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്നതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പശ്ചാത്തല സംഗീതമൊക്കെ തന്നെയാണ്. അത് പേഴ്സണലി എനിക്ക് നല്ല വർക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കര മടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര വലിച്ചു നീട്ടലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, ഭയങ്കര മടുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല, ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്.